നമസ്കാരം. ശ്രീലങ്കയ്ക്ക് സഹായധനം എത്തിക്കുവാൻ ഇന്ത്യയുടെ വ്യോമപാത ഉപയോഗിക്കുവാൻ പാകിസ്ഥാനെ അനുവദിക്കുന്നില്ല എന്ന പാകിസ്ഥാൻ്റെ വാദം വസ്തുതാപരമായി പൊളിച്ചടുക്കി ഇന്ത്യ. ഇന്ത്യയുടെ വ്യോമപാത പാകിസ്ഥാന് ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു പാകിസ്ഥാൻ്റെ വാദം. എന്നാൽ ഈ വാദത്തെ എല്ലാ രീതിയിലും പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇന്ത്യ. തിങ്കളാഴ്ച 1:30 പാകിസ്ഥാൻ ശ്രീലങ്കയിലേക്ക് സഹായധനം എത്തിക്കുവാൻ വ്യോമപാത അനുവദിച്ചു നൽകാൻ ആവശ്യപ്പെട്ടത്. അന്നേ ദിവസം 5:30 തന്നെ ഔദ്യോഗികമായി ഇന്ത്യ ഇതിന് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ട് പോലും അതിന് അനുവദിക്കാതെ ഇന്ത്യ ഇരുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും കെടുതികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ ഇന്ത്യയെ എന്തെങ്കിലും തരത്തിലുള്ളൊരു കുറ്റപ്പെടുത്തൽ നടത്തുവാൻ പാകിസ്ഥാന് സാധിക്കുമെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പാകിസ്ഥാൻ ഒരു ശ്രമങ്ങൾ നടത്താറുള്ളത്. ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള ഇത്തരം പ്രവൃത്തികളാണ് പാകിസ്ഥാനിൽ നിന്ന് മുമ്പും ഉണ്ടായിട്ടുള്ളത് എന്ന് നിരീക്ഷകരിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിലെവിടെയും ദുരിതമുണ്ടാകുമ്പോൾ, കെടുതികൾ ഉണ്ടാകുമ്പോൾ അതിൽ കൈയയച്ച് സഹായിക്കുന്ന രാജ്യമാണ് ഭാരതം. അതിൽ ശത്രുതാപരമായ യാതൊരു മനോഭാവവും ഇന്ത്യ വച്ചു പുലർത്തില്ല. ശത്രു രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തു വന്നിട്ടുള്ളത്. നേരത്തെ നേപ്പാളിൽ ഇത്തരത്തിൽ ഒരു ഭൂകമ്പമുണ്ടായപ്പോഴും, 2015 ഭൂകമ്പമുണ്ടായപ്പോഴും ഇന്ത്യ വളരെയധികം നന്നായി അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ തന്നെയാണ് ലോകത്തിൽ എവിടെ ഉണ്ടായാലും, എവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇന്ത്യ സഹകരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയും അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം നടത്താൻ ശ്രമിക്കുന്ന, ഒരു പക്ഷേ മൃതശരീരത്തിൽ നിന്ന് പോലും തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭക്ഷണം തേടുന്ന കൃമികീടങ്ങളെപ്പോലെയാണ് പാകിസ്ഥാൻ ശ്രമം നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ 334 പേരാണ് ശ്രീലങ്കയിൽ നടന്ന ദിദ്വ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായി ശ്രീലങ്കയിൽ മരണപ്പെട്ടത്. ഈ ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ എന്നത് വലിയ രീതിയിലൊരു അവമതിപ്പോ, നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. 53 ടൺ ഉത്പന്നങ്ങളാണ് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ചത്. 2 ഇന്ത്യൻ നാവികസേന കപ്പലുകളിൽ നിന്ന് 9.5 ടൺ അടിയന്തര റേഷൻ ഇന്ത്യ ശ്രീലങ്കയിലേക്ക് എത്തിച്ചു. ഇതിനു പുറമെ ടെൻറ്റുകൾ, ടാർപ്പാളിനുകൾ, പുതപ്പുകൾ, ശുചിത്വ കിറ്റുകൾ, കഴിക്കാനായിട്ട് റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, മരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, ഭീഷ്മ ക്യൂബുകൾ, അതായത് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോർട്ടബിളായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ, ഇതോടൊപ്പം തന്നെ 5 മെഡിക്കൽ ടീമുകളെയും ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ചു കഴിഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് NDRF 80 പേരുടെ അർബൻ ആൻഡ് റെസ്ക്യൂ ടീമുകളെയും ഇന്ത്യ അയച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായ സുഗനിയിൽ 12 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും ഇന്ത്യ അയച്ചിട്ടുണ്ട്. ഇനിയും ഇതിലേറെ സഹകരണങ്ങൾ ശ്രീലങ്കയുടെക്കുണ്ടായ ഈ ദുരിതാശ്വാസ കെടുതിയിൽ ഇന്ത്യ സഹായിക്കും എന്നത് ഉറപ്പാണ്. ലോകത്തിൽ എവിടെയും ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ ഒരു സമീപനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേപ്പാളിൽ ഓപ്പറേഷൻ മൈത്രിയുമായി ബന്ധപ്പെട്ട്, അതായത് 2015 ഭൂകമ്പം നടന്നപ്പോൾ ഓപ്പറേഷൻ മൈത്രി എന്ന ഒരു ദുരിതാശ്വാസ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു ദുരിതാശ്വാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ തൊട്ടടുത്ത 7 മണിക്കൂറിനുള്ളിൽ തന്നെ ദുരിതാശ്വാസങ്ങൾ എത്തിച്ചു നേപ്പാൾ അടുത്ത 48 മണിക്കൂറിനകം 6 ദേശീയ ദുരന്ത നിവാരണ സേനകളെയാണ് ഇന്ത്യ നേപ്പാളിലേക്ക് എത്തിച്ചത്. 2015 നേപ്പാൾ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ മൈത്രി വഴി ഏകദേശം 420 കോടിയോളം വിലമതിക്കുന്ന അടിയന്തര സഹായം നേപ്പാൾ എത്തിച്ചു. 1000-ലധികം ഇന്ത്യൻ സൈനികർ, ഹെലികോപ്റ്റർ ദൗത്യങ്ങൾ, ഭക്ഷണം, മരുന്ന്, വെള്ളങ്ങൾ എന്നിവയുടെ വിതരണം, ആയിരക്കണക്കിന് മെഡിക്കൽ സഹായം, പിന്നാലെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവും ഇന്ത്യ നൽകിയിട്ടുണ്ട്. നേപ്പാൾ ഏറ്റവും കൂടുതൽ കൈത്താങ്ങ് നൽകിയ രാജ്യങ്ങളിലൊന്നും ഇന്ത്യ തന്നെയായിരുന്നു. അതിൽ ഇന്ത്യ ഒന്നാമത് തന്നെയായിരുന്നു. അത്തരത്തിൽ വലിയ സഹായ സഹകരണങ്ങൾ എല്ലാ രാജ്യങ്ങളിലും എത്തിക്കുന്ന ഇന്ത്യയോടാണ് പാകിസ്ഥാൻ്റെ ഈ തരത്തിലുള്ളൊരു പൊടിക്കൈ. ഒരു അന്താരാഷ്ട്ര സമൂഹവും പാകിസ്ഥാനെ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നത് ഏകദേശം ഉറപ്പാണ്.
പാകിസ്ഥാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വലിയ ദുരിതം പിടിച്ച ഒരു അവസ്ഥയിലാണ്. ലോകത്തിലെ ഒരു രാജ്യവും പാകിസ്ഥാനെ വിശ്വസിക്കുന്നില്ല. എന്തിന്? UAE പാകിസ്ഥാനിലുള്ള പൗരന്മാർക്ക് വിസ നിഷേധിച്ചിരിക്കുകയാണ്. അവിടെ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ, മോഷണങ്ങൾ, അവിടെ നടത്തിയിട്ടുള്ള വ്യാപകമായ ആക്രമണങ്ങൾ, പാകിസ്ഥാനി പൗരന്മാരിൽ നിന്നുണ്ടായ ഇത്തരം ആക്രമണങ്ങൾ തുടർന്ന് പാകിസ്ഥാനി പൗരന്മാർക്ക് വേണ്ടിയുള്ള വിസ ഇപ്പോൾ നിലവിൽ നിഷേധിച്ചിരിക്കുകയാണ് UAE. 80% പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിസ ആപ്ലിക്കേഷനുകളാണ് ഈ രീതിയിൽ UAE നിഷേധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് വലിയ രീതിയിലാണ് പാകിസ്ഥാനിൽ നിന്ന് വിസ ആപ്ലിക്കേഷനുകൾ UAE എത്തിയത്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരു വരുമാനമാണ് ഇപ്പോൾ പാകിസ്ഥാനെ താങ്ങി നിർത്തുന്നത്. ആ വരുമാനവും ഏകദേശം നിലയ്ക്കും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് നീങ്ങുന്നത്. ആ ഒരു അങ്കലാപ്പിലാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നത്. നിലവിൽ 34 ബില്യണിലേറെ കടമെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പാകിസ്ഥാൻ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കുകളിൽ നിന്നും മറ്റ് ഇതര അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സഹായ അഭ്യർത്ഥനകൾ ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഗ്രാൻറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള സഹായ അഭ്യർത്ഥനകൾ നടത്തിക്കഴിഞ്ഞു. അങ്ങനെ ആകെ മുഴുവനായി തന്നെ പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. ഇതിനു പുറമെയാണ് സൈന്യത്തിൻ്റെ പല രീതിയിലുള്ള നീക്കങ്ങളും അവിടുത്തെ രാജ്യത്തിൻ്റെ ഭരണത്തെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ. ഇപ്പോൾ പാകിസ്ഥാനിൽ ആകെക്കൂടെ ഉള്ളൊരു വരുമാനം എനിക്ക് തോന്നുന്നു വിവിധ ദേശങ്ങളിൽ ഹാഷിഷ് പോലുള്ള മയക്കുമരുന്നുകൾ എത്തിച്ചുകൊണ്ടാണ്, ഒരു മയക്കുമരുന്ന് ജിഹാദിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണെന്ന് തോന്നുന്നു പാകിസ്ഥാനെ കൃത്യമായി താങ്ങി നിർത്തുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഭീകരമായൊരു അവസ്ഥയിൽ കൂടി പാകിസ്ഥാൻ നീങ്ങുന്നു. അങ്ങനെ നീങ്ങുമ്പോഴാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തുന്നത്. ഇങ്ങനെയുള്ള വ്യാജ ആരോപണങ്ങൾ നടത്താൻ പാകിസ്ഥാനോ ചൈനയ്ക്കോ യാതൊരു തരത്തിലുള്ള മടിയുമില്ലെന്ന് അവർ മുൻകാലങ്ങളിൽ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവർ നടത്തിയ വാദങ്ങളെയൊക്കെയും ഇന്ത്യ വസ്തുതാപരമായി തന്നെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇനി പാകിസ്ഥാൻ ഇതിന്മേലൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഏത് സമയത്താണ് ഇന്ത്യ ഇത് കൊടുത്തതൊക്കെ, ഏത് സമയത്താണ് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാന് ഇന്ത്യയുടെ വ്യോമപാത ഉപയോഗിക്കാൻ അനുവാദം നൽകിയത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ വ്യോമപാത നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ സമയത്ത് പോലും ഇന്ത്യ യാതൊരു തരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നേരത്തെ മുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതശരീരങ്ങളിൽ നിന്ന് പോലും തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്ന കൃമികീടത്തെ പോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പെരുമാറുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.